ഇന്നാണ് ഇരട്ട സഹോദരങ്ങളായ ആരവിൻ്റെയും ആദവിൻ്റെയും വിവാഹം. നല്ല മംഗളമായിട്ട് തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞു. വൈകിട്ട് വന്ന അതിഥികളൊക്കെ പോയി കഴിഞ്ഞിരുന്നു. അവിടെ ചില കുടുംബക്കാരും അവരുടെ സുഹൃത്തുക്കളും മാത്രം ബാക്കിയായി. മുറ്റത്ത് കെട്ടിയ പന്തലിൻ്റെ മൂലയിലിരുന്ന് അവരുടെ ആദ്യ രാത്രിയെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുകയാണ് സുഹൃത്തുക്കൾ. അവർക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരെ ആ നാട്ടിലുള്ള ഏകദേശം എല്ലാവർക്കും അറിയാം. രണ്ടുപേരും രൂപത്തിലും ഭാവത്തിലും ഒരുപോലെ തന്നെയാണ്, സ്വഭാവത്തിൽ മാത്രം വ്യത്യാസം. അവരിരുവരെയും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അടയാളം, ആദവിന് കട്ടത്താടിയും മീശയുമുണ്ട്, ആരവിന് കട്ട മീശയും ക്ലീൻ ഷേവും. അതും കൂടിയില്ലേ പെറ്റമ്മയ്ക്ക് പോലും അവരെ മനസ്സിലാവില്ല. അതിൽ ആദവിന് ചെറുപ്പത്തിലെ കുരുത്തക്കേടാണ്, വലുതായപ്പോഴേക്കും അതിന് മാറ്റമൊന്നുമില്ല. എല്ലാ അടിപിടിക്കും മുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ന്യായമായ കാര്യത്തിന് വേണ്ടി മാത്രമേ അവൻ ഇങ്ങനെയുള്ള കാര്യത്തിന് പോവുകയുള്ളൂ. ആരവ് ഇതിൽ നിന്നൊക്കെ നേരെ തിരിച്ച് തല്ല് നടക്കുന്നത് ദൂരെ നിന്ന് കണ്ടാൽ തന്നെ അവൻ അവിടെ നിന്ന് മുങ്ങിയിരിക്കും. മിക്കപ്പോഴും അവൻ ആദവിൻ്റെ കൂടെ തന്നെയാണ്. എല്ലാ തീരുമാനവും എടുക്കുന്നത് ആദവിനോട് ചോദിച്ചാണ്. അവനൊരു ഒതുങ്ങിയ ടൈപ്പ് ആയതുകൊണ്ട് ആദവും അവനെ കൂടെ തന്നെ കൊണ്ടു നടക്കും. പരസ്പരം ജീവനാണ് ഇരുവർക്കും. ആദവിന് സ്വന്തമായി ഫിറ്റ്നസ് ക്ലബ്ബ് ഉണ്ട്. ടൗണിൽ അതേ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ തന്നെ ട്രാവൽസ് നടത്തുകയാണ് ആരവ്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അവർ തമ്മിലുള്ള ബോണ്ട്. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. ആദവിനെ നമുക്ക് കണ്ണൻ എന്ന് വിളിക്കാം, ആരവിനെ ഉണ്ണിയെന്നും. കണ്ണൻ അവൻ്റെ സുഹൃത്തുക്കളോടൊത്ത് ചിരിച്ച് സംസാരിക്കുകയാണ്. ഉണ്ണി അതിലൊന്നും പെടാതെ കുറച്ചപ്പുറം നഖവും കടിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ്. ഉണ്ണിയുടെ ഇരുത്തം കണ്ട് അവരുടെ സുഹൃത്തുക്കളിൽ ഒരാളായ കൃഷ്ണ എന്ന കിച്ചു പറഞ്ഞു, കണ്ണ, അവൻ്റെ ഇരുത്തം കണ്ടിട്ട് അവൻ നിന്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കുമെന്നാ തോന്നുന്നേ. കിച്ചു ഉണ്ണിയെ ചൂണ്ടിക്കൊണ്ട് കണ്ണനോട് മെല്ലെ പറഞ്ഞു. അപ്പോഴാണ് അവനും അവനെ ശ്രദ്ധിച്ചത്. കണ്ണൻ എല്ലാവരോടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. കണ്ണൻ ഒരു കസേരയെടുത്തുകൊണ്ട് അവൻ്റെ അടുത്തിരുന്ന് തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു, എന്താ ഉണ്ണി നിന്റെ പ്രശ്നം? എല്ലാവരും ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ നീ മാത്രം എന്താ മാറി നിന്ന് ആലോചിക്കുന്നേ? അത് പിന്നെ കണ്ണ, അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയാ? ഉണ്ണി ചെറു വിഷമത്തോടെ തന്നെ പറഞ്ഞു. അപ്പോൾ എന്തോ ഉണ്ടല്ലോ ഉള്ളിൽ. എന്താണെങ്കിലും നീ എന്നോട് പറ കണ്ണ, ചെറുചിരിയോടെ തന്നെ പറഞ്ഞു. അത് പിന്നെ കണ്ണ, ഞാനിന്ന് അവൾക്ക് കിസ് കൊടുക്കേണ്ടി വരുമോ? അത് എങ്ങനെയാ ഞാൻ കൊടുക്കുക? എനിക്കാകെ പേടിയാവുന്നു. ഞാനിന്ന് ഒരു ദിവസം കൂടി നിന്റെ കൂടെ കിടന്നോട്ടെ? ഉണ്ണി കണ്ണൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദയനീയമായി പറഞ്ഞു. കണ്ണൻ ഇതെന്താ കഥ എന്ന രീതിയിൽ വാ തുറന്ന് നിന്നുപോയി. അവൻ മെല്ലെ തല ചിരിച്ച് കിച്ചു ഇരിക്കുന്നിടത്തേക്ക് നോക്കി. കള്ള ഡാഷ് കരിനാക്കും കൊണ്ട് വന്നിരിക്കുക. കണ്ണൻ്റെ നോട്ടം കണ്ട് കിച്ചു പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ മുഖം ചലിപ്പിച്ചു. അവൻ ഉണ്ണിയുടെ നേർക്ക് തിരിഞ്ഞ് അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഡാ, അത് നമുക്ക് അവരെ കാണുമ്പോൾ താനേ തോന്നും. അതിനിത്ര പേടിക്കാനൊന്നുമില്ല. എനിക്ക് പാറു അടുത്ത് വരുമ്പോൾ തന്നെ കിസ് ചെയ്യാൻ തോന്നും. പാർവണ, കണ്ണൻ്റെ ഭാര്യ. അവർ കല്യാണത്തിന് മുന്നേ പ്രണയിച്ചവരായിരുന്നു. പാറുവിൻ്റെ ട്വിൻ സിസ്റ്ററിനെയാണ് ഉണ്ണി വിവാഹം കഴിച്ചത്. ട്വിൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കണ്ണൻ പ്രണയിച്ചതും അവൻ്റെ ഉണ്ണിക്ക് വേണ്ടി. അതുപോലെ നിനക്കും തോന്നും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നടക്കുന്ന കാര്യമാണ്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കണ്ണൻ അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടിട്ടൊന്നും അവൻ്റെ മനസ്സിലെ ടെൻഷൻ കുറഞ്ഞില്ല. ഉണ്ണി പേരിന് പോലും ഒരു പെൺകുട്ടിയെയും പ്രണയിച്ചിട്ടില്ല. അന്യപ്പെണ്ണിൻ്റെ മുഖത്ത് നോക്കാറുമില്ല. എന്നാലും ഉണ്ണി ആലോചനയോടെ എന്തോ പറയാൻ വേണ്ടി ഭാവിച്ചു. അപ്പോഴേക്കും അകത്ത് നിന്ന് കണ്ണനെ അവരുടെ അമ്മ വിളിച്ചു. അവരുടെ അച്ഛൻ സദാശിവൻ, അമ്മ അഭിരാമി. അവർക്ക് ഈ 2 പേരെ മക്കളായിട്ടുള്ളൂ. കണ്ണാ, നീ ഇങ്ങ് വന്നേ. ദാ വരുന്ന അമ്മേ. കണ്ണൻ എഴുന്നേറ്റുകൊണ്ട് കിച്ചുവിനടുത്തേക്ക് ചെന്ന് അവൻ്റെ ചെവിയിൽ എന്തോ സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. കിച്ചു അവൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണും എടുത്ത് ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. ഉണ്ണി, നീ എഴുന്നേറ്റേ. നമുക്ക് ആ മരത്തിൻ്റെ ചുവട്ടിലിരിക്കാം. നിന്റെ പേടി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ചു മാറി തേന്മാവിൻ്റെ ചുവട്ടിൽ ചൂണ്ടിക്കൊണ്ട് കിച്ചു പറഞ്ഞു. അവിടേക്ക് പെട്ടെന്ന് ആരും വരില്ല, അതുകൊണ്ടാണ് അവിടെ തന്നെ പറഞ്ഞത്. കിച്ചു 2 കസേരയും എടുത്തുകൊണ്ട് മാവിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. ഉണ്ണി സമ്മതം പോലെ അവൻ്റെ കൂടെ ചെന്നു. 2 പേരും ആ മാവിൻ്റെ ചുവട്ടിൽ ഇരുത്തമുറപ്പിച്ചു. കിച്ചു തന്നെ സംസാരത്തിന് തുടക്കമിട്ടു.
ഉണ്ണി, ഞാൻ നിനക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. അത് കണ്ടാൽ നിന്റെ എല്ലാ പേടിയും മാറി നീ അവളുടെ അടുത്തേക്ക് ഓടും. അത് എന്ത് വീഡിയോ കിച്ചു? എന്നാ പെട്ടെന്ന് കാണിച്ചു തന്നാട്ടെ. ഉണ്ണിയുടെ ടെൻഷനൊക്കെ മാറി അവിടെ ആകാംക്ഷ നിറഞ്ഞു. വീഡിയോയിൽ കാണുന്ന രംഗം കണ്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഓരോ രംഗവും മാറി വരുന്നതിനനുസരിച്ച് അവന് ഓക്കാനം വന്നുപോയി. അവൻ അറപ്പോടെ മുഖം തിരിച്ചുകൊണ്ട് കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അത് ഓഫാക്കി വെച്ചു. ഇത് കണ്ടിട്ടാണോ ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകേണ്ടത്? അവളെന്താ പട്ടിയോ പൂച്ചയോ മറ്റോ ആണോ? ഉണ്ണി വെറുപ്പോടെ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിയേ, കിച്ചു മനസ്സിൽ വിളിച്ചു പോയതാ. ഡാ, ഇത് കണ്ടിട്ടും നിന്റെ കുതിര ഉണർന്നില്ലേ? കിച്ചു അറിയാതെ ചോദിച്ചു പോയി. പ ഡാഷ് മോനെ, അനാവശ്യം പറയുന്നോടാ. എനിക്ക് എൻ്റെ പെണ്ണിനെ കണ്ട് ഉണർന്നാൽ മതി, അല്ലാതെ എവിടെയോ കിടക്കുന്ന മദാമയെ കണ്ട് ഉണരണ്ട. നീ ഇമ്മാതിരി വീഡിയോസ് ഒന്നും കണ്ണനെ കാണിച്ചു കൊടുക്കല്ലേ, പിന്നെ അവൻ നിന്നെ ബാക്കി വെക്കില്ല. ഹേയ്, എന്താടാ ഇത്? അവനത് ഓർക്കും തോറും എന്തൊക്കെയോ ആവാൻ തുടങ്ങി. നിന്റെ നന്മ നിറഞ്ഞവനായ കണ്ണൻ തന്നെയാടാ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത്, കിച്ചു ആത്മഗതം പറഞ്ഞു. രാത്രി പാറുവിൻ്റെയും പൂർവിയുടെയും കയ്യിൽ ഓരോ ഗ്ലാസ് പാല് കൊടുത്തുകൊണ്ട് അവരെ അവരവരുടെ റൂമിന് മുന്നിലാക്കിക്കൊണ്ട് അഭിരാമി താഴേക്ക് പോയി. കണ്ണൻ്റെ റൂമിൻ്റെ നേരെ മുന്നിലുള്ള റൂമാണ് ഉണ്ണിയുടെ. പൂർവി വിറയലോടെയാണ് നിൽക്കുന്നത്. പാറുവിന് യാതൊരു ഭാവമാറ്റവുമില്ല. പാറു, നിനക്ക് പേടി തോന്നുന്നില്ലേ? പൂർവി ചോദിച്ചു. എന്തിനു പേടിക്കണം? എൻ്റെ സ്വന്തമായവനല്ലേ അകത്തുള്ളത്, എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരേ ഒരു അവകാശി. പാറു ഏറെ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു. എന്നാലും ഒരാണിൻ്റെ കൂടെ ആദ്യമായിട്ട് കിടക്കുമ്പോൾ എനിക്കാകെ പേടിയാവുന്നു, പൂർവി ഒരു വിറയലോടെ പറഞ്ഞു. ഉണ്ണിക്ക് ചേർന്ന ജോഡി തന്നെ. ദേ പൂർവി, ഞാൻ എടുത്തു തന്ന ക്ലാസ്സൊക്കെ മറന്നോ നീ? അവൻ അടുത്തേക്ക് വരുമ്പോൾ നിലവിളിച്ചേക്കരുത്. മനസ്സിൽ ഇതുമാത്രം ചിന്തിച്ചാൽ മതി, അവൻ നമ്മുടെ സ്വന്തമാണെന്ന്. മനസ്സിലായോ? പൂർവി അതിന് മനസ്സിലായി എന്ന പോലെ തലയനക്കി. പൂർവിയാണ് മൂത്ത കുട്ടിയെങ്കിലും പൂർവിയേക്കാൾ പക്വത കൂടുതൽ പാറുവിനാണ്. പൂർവി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് വേഗം കരയും. ഇതുവരെ ഒരാണിനോട് പോലും വെറുതെ പോലും സംസാരിച്ചിട്ടില്ല, അവളുടെ അച്ഛനോടല്ലാതെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദൈവം അറിഞ്ഞു കൊടുത്തതാണോ ഉണ്ണിയെ എന്ന്. അവർ രണ്ടുപേരും വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി. പാറു അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ണൻ അവളെ എടുത്ത് പൊക്കിക്കഴിഞ്ഞിരുന്നു. എന്താ ഇത് കണ്ണേട്ടാ, എന്നെ താഴെ ഇറക്ക്. ഇല്ല മോളെ, ഇന്നെൻ്റെ കൈകൾക്ക് നിന്നിൽ നിന്ന് മോചനമില്ല മോളെ പാറുവേ. അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. കണ്ണേട്ടാ, താഴെ ഇറക്ക്. പാല് തുളുമ്പി തീരാറായി, അതൊന്ന് മേശയിൽ വെക്കട്ടെ. അപ്പോഴേക്കും അവൻ അവളെ ബെഡിലിരുത്തിയിരുന്നു. അവൻ തന്നെ അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി മേശയിൽ വെച്ചു. അത് കുടിക്ക് കണ്ണേട്ടാ, എന്നിട്ട് പകുതി എനിക്ക് താ, അവൾ ചിണുങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു. അതൊക്കെ പിന്നെ കുടിക്കാം, ഇപ്പോൾ എൻ്റെ മോളെ ഏട്ടനൊന്ന് ശരിക്കും കാണട്ടെ. അതും പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവൻ അവൾക്ക് മുന്നിലായി കൈകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു. സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും ചോദിക്കുക, എടുത്തോട്ടെ. എൻ്റെ പ്രാണനെ എല്ലാ അർത്ഥത്തിലും എൻ്റേത് മാത്രമായി. പ്രണയം നിറച്ചു വെച്ചുള്ള അവൻ്റെ ചോദ്യത്തിൽ കോളറിൽ പിടിച്ചു വലിച്ച് അവൻ്റെ ചുണ്ടുകളെ കവർന്നുകൊണ്ടായിരുന്നു അതിനുള്ള സമ്മതം നൽകിയത്. നമുക്കൊന്ന് ഉണ്ണിയെ നോക്കി വരാം. സെറ്റ് സാരിയും തലയിൽ മുല്ലപ്പൂവും ചൂടി കയ്യിൽ പാൽ ഗ്ലാസുമായി വരുന്നവളെ കണ്ട് സോഫയിൽ ഇരിക്കുകയായിരുന്ന ഉണ്ണി നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ട് പൂർവിയിലും വിറയൽ വന്നു തുടങ്ങി. ടെൻഷൻ കാരണം അവളുടെ കൈയൊക്കെ ഐസ് പോലെയായി. അവൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അവളോട് എന്ത് പറഞ്ഞു തുടങ്ങുമെന്നറിയാതെ അവൻ ബെഡിൻ്റെ മൂലയിൽ പോയി നിന്നു. അവൻ ബെഡിനടുത്തേക്ക് നടക്കുന്നത് കണ്ട് അവൾ വേഗം കയ്യിലുള്ള പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. ഉണ്ണിയേട്ടാ, പാല്. ഞാൻ രാത്രി പാല് കുടിക്കാറില്ല, താൻ കുടിച്ചോളൂ. ഏയ്, ഞാനും കുടിക്കാറില്ല, അവൾ തല കുമ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഓ അതെയോ, എന്നാ അവിടെ വെച്ചേക്ക്. അടുത്തുള്ള ചെറിയ മേശ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ കയ്യിലുണ്ടായിരുന്ന പാല് ഗ്ലാസ് മേശയിൽ കൊണ്ട് വെച്ച് ഇനി എന്നാ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവന് കൂടുതൽ ടെൻഷനായി. എൻ്റെ ദേവിയെ, ഞാനിപ്പോൾ എന്താ ചോദിക്കുക? ഉണ്ണി ആത്മഗതം പറഞ്ഞു. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ? ഫസ്റ്റ് നൈറ്റിൽ ഉറങ്ങിക്കൂടാ എന്ന് പാറു പറഞ്ഞ അറിവിൽ അവൾ ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉണ്ണിയൊന്ന് ഞെട്ടി. അവൾ ഈ ദിവസം എന്നിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവന് അപ്പോൾ തന്നെ കണ്ണനെ കാണാൻ തോന്നി.
പൂർവി ഇവിടെ ഇരുന്നോളൂ, ഞാനിപ്പോൾ വരാവേ. ബെഡ് ചൂണ്ടി അതും പറഞ്ഞ് അവൻ വാതിലിനടുത്തേക്ക് നടന്നു. വാതിൽ തുറന്ന് വെളിയിലിറങ്ങിയപ്പോൾ തന്നെ അവൻ കണ്ണൻ്റെ റൂമിനടുത്തേക്ക് ഓടുകയായിരുന്നു. ഇതേ സമയം കണ്ണൻ്റെ റൂമിൽ അവൾ തുടങ്ങി വെച്ചത് അവൻ ഏറ്റെടുത്തുകൊണ്ട് അവളുടെ ഇരു ചുണ്ടുകളും അവൻ ചപ്പി വിളിച്ചു. വിട്ടു നൽകാൻ ഒരുക്കമല്ലാത്ത പോലെ അവൻ്റെ നാവും വായിലേക്ക് ഇരച്ചു കയറി. അവളിൽ നിന്ന് ഒരു മൂളൽ വന്നതും നേരിയതിനിടയിലൂടെ അവൻ്റെ തള്ളവിരൽ അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി. ചുണ്ടിനിടയിൽ കൂടി അവളിൽ നിന്ന് ആർത്തനാദം പുറത്തേക്ക് വന്നു. ആ രസച്ചരട് മുറിക്കാൻ എന്നോണം പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. പിറകെ ഉണ്ണിയുടെ വിളിയും. കണ്ണാ! ഉണ്ണിയുടെ വിളി കേട്ടപ്പോൾ കണ്ണൻ അവളിൽ നിന്ന് ഞെട്ടി പിടഞ്ഞെഴുന്നേറ്റു.